ഹായ് ഫ്രണ്ട്സ്, സമ്മർ ഫ്ലവേഴ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കറ്റാർവാഴ നടുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അനേകം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കറ്റാർവാഴ. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കറ്റാർവാഴ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണിത്. കറ്റാർവാഴ നമുക്ക് ശരീരത്തിന് ഉള്ളിലും പുറത്തും ഒക്കെ ഒരുപോലെ ഉപയോഗ ഗുണമുള്ളതാണ്. ഇതിന് ദോഷവശങ്ങളും ഉണ്ട്. അമിതമായിട്ട് ഉപയോഗിച്ചാൽ അലർജി പ്രശ്നങ്ങളൊക്കെ വരും. ഇതിന് അധികം പരിചരണമോ വളമോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നട്ടു വളർത്താമെന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നടാനായിട്ട് നമ്മൾ ടെറസിലെ പൂപ്പായലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളതിനാൽ ചെടി നന്നായി വളരാൻ സഹായിക്കും. കറ്റാർവാഴ മാത്രമല്ല, എല്ലാ ചെടികൾക്കും ഈ പൂപ്പായൽ നല്ലൊരു വളമാണ്. ഇത് നടാനായിട്ടുള്ള മണ്ണെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെളിമണ്ണാണോ എന്നുള്ളതാണ്. ചെളിമണ്ണിൽ നമ്മളിത് നട്ട് വെച്ചാൽ ഇത് പിടിക്കില്ല. മണലും മണ്ണും മിക്സായിട്ടുള്ള മണ്ണ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. പൂപ്പായലും മണ്ണും കൂടി നമ്മൾ മിക്സാക്കിയിട്ട് ഗ്രോ ബാഗിൽ നിറച്ചാൽ മതി. അധികം ഈർപ്പം നിൽക്കാത്ത മണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നിറക്കാം. വേറെ വളങ്ങളൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കറ്റാർവാഴ നട്ടത് പിടിച്ച് കഴിഞ്ഞിട്ട് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിത്തോലോ അല്ലെങ്കിൽ മുട്ടത്തോടോ ഒക്കെ പൊടിച്ചിട്ട് കൊടുക്കുക, വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു കുഴി എടുത്തിട്ട് നമ്മൾ അധികം ആഴ്ത്താത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. അധികം താഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിലൊക്കെ മണ്ണ് നിന്നാൽ അത് ചീഞ്ഞു പോവും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളത് വെച്ച് കൊടുത്താൽ മതി. ഇതൊരു 2 ആഴ്ച അധികം വെയിലൊന്നും കൊള്ളാത്ത ഭാഗത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഈ രൂപത്തിലാണ് കറ്റാർവാഴ നട്ടിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.